നമസ്കാരം. യു.എസും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ 2 ആഴ്ച കൂടി നീട്ടാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ഫ്യൂച്ചറും യൂറോപ്യൻ ഫ്യൂച്ചറും പോസിറ്റീവ് സെഡിൽ ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലൊക്കെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് കാണുന്നത്. അതുകൊണ്ട് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. യൂറോപ്യൻ ഫ്യൂച്ചർ 1%, അമേരിക്കൻ ഫ്യൂച്ചർ 0.63% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ 2 ആഴ്ച കൂടി നീട്ടാൻ തീരുമാനിച്ചെങ്കിലും അമേരിക്ക നേവിയെ പിൻവലിക്കില്ല. കൂടാതെ ഹോർമൂസിൽ അമേരിക്കൻ നേവിയുടെ ശക്തമായ സാന്നിധ്യവുമുണ്ടാകും. ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എന്ന വണ്ണം ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ ഒരു മിക്സഡ് ക്യൂസ് ആണ് കാണുന്നത്. ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവ് സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ കഴിഞ്ഞ 3 ദിവസമായി ഇന്ത്യൻ മാർക്കറ്റിലും ബൈയിങ് മൊമെൻറ്റം പ്രകടമാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് 1%-ലേറെ ഉയരുകയും 24,550 എന്ന റെസിസ്റ്റൻസ്, അതായത് 24,500 എന്ന റെസിസ്റ്റൻസിന് മുകളിൽ 24,550 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 24,750, 800 തുടങ്ങിയ സോണുകളാണ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. അതേസമയം 24,400 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. പ്രധാനമായും ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരുന്ന സ്റ്റോക്കുകളെ ശ്രദ്ധിക്കാവുന്നതാണ്. ഹാവൽസ് ഇന്ത്യ ലിമിറ്റഡ്, മഹാരാഷ്ട്ര സ്കൂട്ടർ ലിമിറ്റഡ്, ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസ്, SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, ടെക് മഹീന്ദ്ര, ട്രെൻഡ് ലിമിറ്റഡ് തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളെയും ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. IT സെക്ടറിലെ പ്രമുഖ സ്റ്റോക്കായ പെർസിസ്റ്റന്റ് സിസ്റ്റം, കോഫോർജ് തുടങ്ങിയ സ്റ്റോക്കുകളെ ഇന്ന് ശ്രദ്ധിക്കാം. പെർസിസ്റ്റന്റ് സിസ്റ്റത്തിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 7.4% വർദ്ധിച്ച് 3,778 കോടിയിൽ നിന്നും 4,056 കോടിയിലേക്ക് ഉയർന്നു. ക്വാർട്ടർ ടു ക്വാർട്ടറിലാണ് റവന്യൂ 7.4% ഉയർന്നിരിക്കുന്നത്. കമ്പനിയുടെ EBITDA 4.2% വർദ്ധിച്ച് 632 കോടിയിൽ നിന്നും 659 കോടിയിലേക്ക് എത്തുകയും EBITDA മാർജിൻ 16.7%-ൽ നിന്നും 16.3%-ലേക്ക് ഇടിയുകയും ചെയ്തു. ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 20% വർദ്ധിച്ച് 439 കോടിയിൽ നിന്നും 529 കോടിയിലേക്ക് എത്തി. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 18 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. 360 ON WAM എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 11% ക്വാർട്ടർ ടു ക്വാർട്ടർ ഇടിഞ്ഞ് 327 കോടിയിൽ നിന്നും 289 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. റവന്യൂ 5.6% ഇടിഞ്ഞ് 1,181 കോടിയിൽ നിന്നും 1,115 കോടിയിലേക്ക് എത്തുകയും EBITDA 8.6% ഇടിഞ്ഞ് 725 കോടിയിൽ നിന്നും 663 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. EBITDA മാർജിൻ 61%-ൽ നിന്നും 59%-ലേക്ക് ഇടിഞ്ഞു. CNTDLത്തിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 13.8% ഇടിഞ്ഞ് 428 കോടിയിൽ നിന്നും 369 കോടിയിലേക്ക് എത്തി. EBITDA 25% ഇടിഞ്ഞ് 57 കോടിയിൽ നിന്ന് 43 കോടിയിലേക്ക് എത്തുകയും EBITDA മാർജിൻ 13.4%-ൽ നിന്നും 11.7%-ലേക്ക് എത്തുകയും ചെയ്തു. കൂടാതെ CNTDLത്തിൻ്റെ പ്രോഫിറ്റ് 28% ഇടിഞ്ഞ് 32 കോടിയിൽ നിന്നും 22 കോടിയിലേക്ക് എത്തി. ടാറ്റ എലാക്സിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ 109 കോടിയിൽ നിന്നും 220 കോടിയിലേക്ക് എത്തിയപ്പോൾ EBITDA 11% വർദ്ധിച്ച് 199 കോടിയിൽ നിന്നും 221 കോടിയിലേക്ക് എത്തുകയും EBITDA മാർജിൻ 20%-ൽ നിന്നും 22%-ലേക്ക് ഉയരുകയും ചെയ്തു. കമ്പനിയുടെ റവന്യൂ 4.2% വർദ്ധിച്ചു. 75 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡും ടാറ്റ എലാക്സി എന്ന കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്രത്തൻ ഗ്ലോബൽ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. കമ്പനിയുടെ പ്രോഫിറ്റ് ഏറെക്കുറെ ഫ്ലാറ്റാണ്. നെറ്റ് പ്രോഫിറ്റ് 1.5% വർദ്ധിച്ച് 15.2 കോടിയിൽ നിന്നും 15.4 കോടിയിലേക്ക് എത്തിയപ്പോൾ EBITDA 14% ഇടിയുകയും EBITDA മാർജിൻ 13.3%-ൽ നിന്നും 9.1%-ലേക്ക് ഇടിയുകയും ചെയ്തു. ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 30% ഇടിഞ്ഞു, പ്രോഫിറ്റ് 15% ഇടിഞ്ഞു. EBITDA മാർജിൻ 82%-ൽ നിന്നും 74%-ലേക്ക് ഇടിയുകയും EBITDA 37% ഇടിഞ്ഞ് 47 കോടിയിൽ നിന്നും 29 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. 3 രൂപ 40 പൈസ പെർ ഷെയർ എന്ന റേറ്റിലാണ് കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സൺടെക് റിയാലിറ്റി എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം. സൺടെക് റിയാലിറ്റിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 64% വർദ്ധിച്ച് 2,060 കോടിയിൽ നിന്നും 3,330 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്.
എബിറ്റ മാർജിൻ 26.9% നിന്നും 22.5% ഇടിഞ്ഞപ്പോൾ എബിറ്റ 35% ഉയർന്ന് 554 കോടിയിൽ നിന്നും 751 കോടിയിലേക്ക് എത്തി. പ്രോഫിറ്റ് 26% വർദ്ധിച്ച് 50 കോടിയിൽ നിന്നും 63 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് HCL ടെക് ആണ്. HCL ടെക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയി അനാലിസിസ് ചെയ്തതാണ്. കമ്പനിയുടെ റവന്യൂ ഏറെക്കുറെ ഫ്ലാറ്റ് ആണ്. 33,872 കോടിയിൽ നിന്നും 33,981 കോടിയിലേക്കാണ് കമ്പനിയുടെ റവന്യൂ ഉയർന്നത്. അതേസമയം എബിറ്റ 10% ക്വാർട്ടർ ടു ക്വാർട്ടർ ഇടിയുകയും എബിറ്റ മാർജിൻ 18.6% നിന്നും 16.5% ക്വാർട്ടർ ടു ക്വാർട്ടർ ഇടിയുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 24 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 10% വർദ്ധിച്ച് 4,076 കോടിയിൽ നിന്നും 4,488 കോടിയായി ഉയർന്നിട്ടുണ്ട്. അതേസമയം കമ്പനിയുടെ ഗ്രോത്ത് ഗൈഡൻസിനേക്കാളും താഴ്ന്ന ലെവലിലുള്ള ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ തന്നെ മാനേജ്മെൻറ്റിൻ്റെ കമൻട്രിയിൽ ഇതിൽ തന്നെ ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് പുറത്തു വന്ന മാനേജ്മെൻറ്റിൻ്റെ കമൻട്രിയിൽ കമ്പനിയുടെ ഡിസ്ക്രിഷണറി സ്പെൻഡിങ് കുറഞ്ഞതാണ് ക്വാർട്ടർലി റിസൾട്ട് മോശമായതിന് പിന്നിലെ പ്രധാന കാരണമെന്ന് മാനേജ്മെൻറ്റ് പറയുന്നത്. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ കൂടി ഫോക്കസ് ചെയ്യാം. ഇന്ന് BEML എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും മിലിറ്ററിയുമായി ബന്ധപ്പെട്ട് 590 കോടി രൂപയുടെ ഓർഡർ BEML എന്ന കമ്പനിക്ക് ലഭിച്ചതുകൊണ്ട് BEML എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. AWS മൈഗ്രേഷൻ, മോഡേണൈസേഷൻ ഓഫ് കോമ്പറ്റൻസി സ്റ്റാറ്റസ് തുടങ്ങിയവയും ക്ലൗഡ് ട്രാൻസ്ഫോർമേഷൻ ക്രെഡൻഷ്യൽസ് ശക്തിപ്പെടുത്തുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സൊനാറ്റ സോഫ്റ്റ്വെയർ ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യതയുണ്ട്. ഏപ്രിൽ 24 ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇൻട്രിം ഡിവിഡൻഡ് ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ടാണ് കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. സിറ്റി യൂണിയൻ ബാങ്ക് പുതിയ 2 ബ്രാഞ്ചുകൾ കൂടി ഓപ്പൺ ചെയ്ത് ടോട്ടൽ ബ്രാഞ്ചുകളുടെ എണ്ണം 973 ഉയർത്തിയിട്ടുണ്ട്. ഇത്തോസ് എന്ന ലക്ഷറി വാച്ച് റീറ്റെയിലർ കമ്പനി ഫരീദാബാദിൽ പുതിയൊരു ഷോറൂം ഓപ്പൺ ചെയ്ത് അതിൻ്റെ റീറ്റെയിൽ ഫുട് പ്രിൻറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. KNR കൺസ്ട്രക്ഷൻ എന്ന കമ്പനിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും 130 കോടി രൂപയുടെ ഒരു സെറ്റിൽമെൻറ്റ് എഗ്രിമെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ ഇതോടൊപ്പം തന്നെ SP അപ്പാരൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇൻ്റർനാഷണൽ ഓപ്പറേഷൻ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി SP അപ്പാരൽ 6.3 കോടി രൂപ UK ബേസ്ഡ് സബ്സിഡറിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. PNC ഇൻഫ്രാടെക് എന്ന കമ്പനിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും 3,483 കോടി രൂപയുടെ ഒരു കൺസ്ട്രക്ഷൻ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. MR Org എന്ന കമ്പനിയുടെ 4% സ്റ്റേക്കുകൾ 5.6 കോടി രൂപയ്ക്ക് എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ് അക്വയർ ചെയ്തതുകൊണ്ട് എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. ശക്തി പമ്പ് എന്ന കമ്പനി ഇലക്ട്രിക് വെഹിക്കിൾ സബ്സിഡറിയിൽ 10 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതുകൊണ്ട് ശക്തി പമ്പ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.